ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിംപ്ലി ബൈ സേമു. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. എന്താണെന്നറിയാവോ? കാരണം എൻ്റെ ആദ്യത്തെ വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ നമ്മുടെ കൊട്ടിയം തഴുത്തല ഗണപതി അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു മേളയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. മേളയിലേക്ക് കയറിയപ്പോൾ തന്നെ ശരിക്കും അമ്പലമൊന്നും പോയി കേട്ടോ. ഒരു കൊച്ചു മൃഗശാല പോലെയായിരുന്നു ആദ്യം തന്നെ. കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കോഴികൾ, പ്രാവ്, കുഞ്ഞ് താറാവ്, പിന്നെ ഓമനത്തം തുളമ്പുന്ന നമ്മളെ പൂച്ചക്കുട്ടി, മുയൽ, ഇവരെയൊക്കെ കാണാനൊരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു. കുറേ നേരം അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സമയങ്ങൾ ചിലവഴിച്ചുകൊണ്ടിരുന്നു. അവരിങ്ങനെ കണ്ട് എനിക്ക് ഈ പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അവരുടെ അടുത്ത് നിന്ന് എനിക്ക് പോകാനേ തോന്നിയില്ല. ചിലരൊക്കെ നല്ല ഉറക്കമായിരുന്നു. കാര്യം മഴയൊക്കെ ആയിരുന്നു അന്ന് നല്ല. അപ്പം വൈകിട്ട് ഇത്തിരി മഴ കുറഞ്ഞ സമയത്താണ് ഞാൻ പോയത്. അപ്പം ആ തണുപ്പൊക്കെ അടിച്ച ആളുകൾ ഉറക്കമൊക്കെ ആയിരുന്നു. പിന്നെ അതുകൊണ്ട് വലിയ ആക്റ്റീവ് അല്ലായിരുന്നു എല്ലാവരും. പിന്നെ കിളികളൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. അവർക്ക് ഉറക്കമൊന്നും ഇല്ലല്ലോ. 1-2 പേരൊക്കെ ഉള്ളായിരുന്നു ഉറങ്ങിയതൊക്കെ. ബാക്കി എല്ലാവരും നല്ല ഉഷാറായിരുന്നു. പിന്നെ എനിക്ക് അവിടെ ഒരു യമൂനെ കാണാൻ പറ്റി. എന്നെ കണ്ടപ്പോഴത്തേക്ക് ആള് ഇങ്ങനെ എൻ്റെ ക്യാമറയിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയത് മീനുകളുടെ ആ ഒരു ഏരിയയിലോട്ടായിരുന്നു. അവിടെ പല കളറിലുള്ള മീൻ, പല സൈസിലുള്ള മീൻ, അങ്ങനെ അടിപൊളിയായിരുന്നു. കുറേ നേരം അവിടെ നിന്നു. അപ്പം ഒരു ചേട്ടൻ ആ മീനെയൊക്കെ പിടിക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഭയങ്കര അടികൂടൽ, അങ്ങനെ മാറ്റിയിടാൻ വേണ്ടി പിടിക്കുകയെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അതൊക്കെ കണ്ടു. ഞാൻ പോയ സമയത്ത് തിരക്ക് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ച് നേരം ഇവരോടെ നിന്നിങ്ങനെ ഇവർ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഹൈലൈറ്റ് മാമ്പഴമേള. അത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. കാര്യം പല പല വെറൈറ്റി മാങ്ങകൾ, എന്തൊക്കെ പേരായിരുന്നു. പിന്നെ അവർ കുറച്ച് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിങ്ങിൻ്റെ ഉള്ളൊരു സെഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നല്ല ഹെയർ ആക്സസറീസ്, ബാഗ്, പെർഫ്യൂം, സ്പ്രേ, ഫാൻസി ഐറ്റം, അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു. അതിഷ്ടപ്പെട്ട്. പിന്നെ അവിടെ നിന്നൊക്കെ 1-2 സംഭവമൊക്കെ മേടിച്ച്. പിന്നെ നമ്മളെ ബുക്കിൻ്റെ ഒരു സ്റ്റോളുണ്ടായിരുന്നു. വായന ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഏരിയ ആണല്ലോ അത്. ശരിക്കും ഇഷ്ടം പോലെ ബുക്കുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ബുക്സ്. അവിടെ കുട്ടികൾക്കായിട്ട് മാത്രം ഒരു സെഷൻ ഉണ്ടായിരുന്നു. അവരുടെ ആനിമേഷൻ ക്യാരക്ടറിലെ പുസ്തകങ്ങൾ അവരൊക്കെ ഇഷ്ടപ്പെടും അത്. അങ്ങനെ കുറേ നേരം ബുക്സിൻ്റെ അടുത്ത് കുറേ സമയം ചിലവഴിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വേറെ എനിക്കൊരു പ്രത്യേകമായിട്ട് എനിക്ക് അവിടെ ഒരു ഇത് തോന്നിയതെന്ന് പറഞ്ഞാൽ, നന്മ എന്ന് പറയുന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു സ്റ്റാൾ കണ്ടു. അവർ ചെയ്യുന്ന ആ പ്രവർത്തനമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു സന്തോഷം തോന്നി. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ വരുന്നത് നമ്മുടെ ചെടികളുടെയൊക്കെ സെഷനിലായിരുന്നു. അവിടെ പല പല വെറൈറ്റി റോസാ ചെടി, പിന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ 50-ൽ പരം മാവിൻ്റെ തൈ, പ്ലാവ്. സത്യം പറഞ്ഞാൽ ചെടി നട്ടുപിടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ്. അപ്പം ഒരുപാട് വെറൈറ്റി തൈകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വളം, അതിന് ചേർക്കേണ്ട വളം, പിന്നെ ചെടിച്ചട്ടി, അങ്ങനെ കുറേ കൊള്ളായിരുന്നു. നമ്മളെ നാട്ടിൽ വന്നൊരു മേളയാണല്ലോ.
അപ്പം പോവാതിരുന്നെങ്കിൽ അത് ഭയങ്കരമായിട്ടും മിസ്സായനത്. കൊള്ളായിരുന്നു സംഭവം. ഞാനൊരു വൈകുന്നേരം അവിടെ ചിലവഴിച്ചു. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.